കമ്പനിയുടെ ആദ്യത്തെ സ്പോർട്ട് യൂട്ടിലിറ്റി വെഹിക്കിളായി 2000-ലാണ് ഹ്യുണ്ടായി ആദ്യ തലമുറ സാൻഫെ പുറത്തിറക്കിയത്. ഈ വർഷം SUV 20 വയസ്സ് തികയുന്നതോടൊപ്പം സാന്റഫെ ബ്രാൻഡിന്റെ ഒരു പ്രധാന മോഡലായി മാറിയിരിക്കുകയാണ്. വർഷങ്ങളായി SUV എങ്ങനെ വികസിച്ചുവെന്ന് തിരിഞ്ഞു നോക്കാം. സാൻഫെ 2 പതിറ്റാണ്ടുകൾക്ക് മുൻപ് 2001 MI വടക്കേ അമേരിക്കൻ വിപണികളിൽ ലോഞ്ച് ചെയ്തു. 2001-ലാണ് വാഹനം യൂറോപ്പിലേക്കും കമ്പനി കൊണ്ടുവന്നത്. അതിനാൽ SUV യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ കാലം പ്രവർത്തിക്കുന്ന ഹ്യുണ്ടായുടെ മോഡലായി മാറി. ഇപ്പോൾ സാൻഫെ 2018-ൽ അവതരിപ്പിച്ച അതിന്റെ 4ാമത്തെ തലമുറ പതിപ്പിലാണ് വിൽപ്പനയ്ക്കെത്തുക. ഉടൻ തന്നെ പുതിയ വൈദ്യുതീകരിച്ച പവർ ട്രെയിനുകളും പ്രധാന ഡിസൈൻ അപ്ഡേറ്റുകളും ഉൾപ്പെടുന്ന ഒരു മിഡ് ലൈഫ് പരിഷ്കരണം ഹ്യുണ്ടായി ഈ വർഷാവസാനം വാഹനത്തിനായി കൊണ്ടുവരും. തെക്കു പടിഞ്ഞാറൻ US-ലെ ന്യൂ മെക്സിക്കോയിലെ ഒരു നഗരത്തിന്റെ പേരിട്ട് സാൻഫെ പെട്ടെന്ന് ഹ്യുണ്ടായുടെ ഏറ്റവും ജനപ്രിയ മോഡലുകളിൽ ഒന്നായി മാറി. SUV വിഭാഗത്തിൽ ഹ്യുണ്ടായെ സ്ഥാപിക്കുന്നതിൽ കാർ ഒരു പ്രധാന പങ്ക് വഹിച്ചു. അതിനാലാവാം മറ്റു കാറുകളിൽ നിന്ന് വ്യത്യസ്തമായി ഹ്യുണ്ടായി സാൻഫെയുടെ ലോഗോയിൽ സൂര്യനെ നിലനിർത്താൻ കാരണം. സാൻഫെ ഹ്യുണ്ടായുടെ ആദ്യത്തെ SUV ആയിരുന്നു. ഇത് തങ്ങളുടെ ഏറ്റവും ദൈർഘ്യമേറിയ മോഡൽ ലൈനുകളിൽ ഒന്നാണ്. യൂറോപ്പിലും ആഗോളതലത്തിലും ഒരു പ്രധാന മോഡലായി വാഹനം മാറുന്നു. രൂപകൽപ്പന, സാങ്കേതിക വിദ്യ, ക്യാബിൻ സ്പേസ്, സുഖസൗകര്യങ്ങൾ എന്നിവയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഹ്യുണ്ടായെ സംബന്ധിച്ചിടത്തോളം ഒരു ഓട്ടോമോട്ടീവ് ഇതിഹാസമാണ് വാഹനമെന്നും ഹ്യുണ്ടായി മോട്ടോർ യൂറോപ്പിലെ മാർക്കറ്റിംഗ് ആൻഡ് പ്രൊഡക്റ്റ് വൈസ് പ്രസിഡന്റ് ആൻഡ്രിയാസ് ക്രിസ്റ്റോഫ് ഫോർമാൻ പറഞ്ഞു. ഇക്കാലത്തിനിടയിൽ ആഗോളതലത്തിൽ സാൻഫെയുടെ 52.6 ലക്ഷത്തിലധികം യൂണിറ്റുകളുടെ വിൽപ്പന നടത്താൻ ഹ്യുണ്ടായിക്ക് കഴിഞ്ഞു. 2000-ലെ ജനീവ മോട്ടോർ ഷോയിലാണ് യൂറോപ്യൻ ജനതയ്ക്ക് സാൻഫെ വെളിപ്പെടുത്തിയത്. ഓരോ പുതുതലമുറയും വിപണിയിൽ നിന്ന് പിൻവാങ്ങുന്ന മോഡലിനേക്കാൾ വളരെയധികം പ്രീമിയം നൽകുന്നുണ്ടെങ്കിലും ആദ്യ തലമുറ മോഡൽ അതിന്റെ പ്രായോഗികതയ്ക്കും വിശ്വസ്തതയ്ക്കും എല്ലായ്പ്പോഴും വിലമതിക്കപ്പെട്ടു. 2ാം തലമുറ, 3ാം തലമുറ മോഡലുകൾ യഥാക്രമം 2006-ലും 2012-ലും വടക്കേ അമേരിക്കൻ വിപണികളിൽ അവതരിപ്പിച്ചു. ഈ 2 പതിപ്പുകളും നിർമ്മാതാക്കൾ ഇന്ത്യൻ വിപണിയിൽ എത്തിച്ചിരുന്നു. എന്നിരുന്നാലും ഏറ്റവും പുതിയ 4ാം തലമുറ മോഡലിൽ ഇവിടേക്ക് ഹ്യുണ്ടായി ഇതുവരെ പരിഗണിച്ചിട്ടില്ല. അതേസമയം വിദേശ വിപണികളിൽ ഉടൻ തന്നെ SUVയുടെ ഒരു ഫേസ് ലിഫ്റ്റ് പതിപ്പ് എത്തും.